മീലാദ് പ്രഭാഷണമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഈ മഹത്തായ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരു ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈളി ആദർശേരിയെ വളരെ സാദരം പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വഇത്രതിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെപ്പോലെ എനിക്കും പങ്കെടുക്കാൻ അവസരം കിട്ടുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദിയാണ്. തങ്ങളാണ് ചർച്ചാ വിഷയം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സംഘടിപ്പിക്കുന്നത് നബിയെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അതിനപ്പുറത്തുള്ള എല്ലാ ചമയങ്ങളും പലപ്പോഴും അധികമാണ്. നബിയെ പഠിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഊന്നുന്ന കാര്യം. നബിയെ നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സ്വന്തമായിട്ട് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ നബിയെക്കുറിച്ച് കാലം കൂടുന്തോറും കൂടുതൽ പഠിക്കുന്നതിന് പകരം പഠിക്കാതിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ സംഗതികളെയാണോ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ആ സംഗതികളൊക്കെ ഒക്കെ എന്ന് പറയുന്നില്ല, നമ്മൾ ചിലത് ഉദ്ദേശിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ ഒക്കെ തീരെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത പോലെയാണ് നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ മാ കുന്ത ബിദ്അൻ മിനർ റുസുൽ എന്ന് നബിയെ പറ്റി പറയുന്നുണ്ട്. പ്രവാചക പരമ്പരയിൽ വരുന്ന അവസാനത്തെ പ്രവാചകരാണ് നബി തങ്ങൾ. അപ്പോൾ പ്രവാചകന്മാരൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തുടർച്ചയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ തുടർച്ച നിന്നു പോകുമ്പോൾ ഉത്തരവാദിത്വം പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നത്, ഒരു ചെറിയ കാര്യം, ബല്ലിഗു അന്നി വലൗ കരീമ. എൻ്റെ ഈ പ്രസംഗം കേട്ട് നിങ്ങൾ ഗ്രഹിച്ച കാര്യങ്ങളിൽ ഒരു വാക്കെങ്കിലും ഓർമ്മയിൽ തങ്ങുന്നുവെങ്കിൽ അത് കൈമാറണം. അപ്പോൾ നബി നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാദ്യം സ്വന്തം ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം മറ്റുള്ളവർക്ക് കൈമാറുക. ഈ കൈമാറ്റങ്ങളിലൂടെ സമൂഹത്തിൽ മാറ്റമുണ്ടാകണം. പക്ഷേ നമ്മൾ കൂടുതൽ പിന്നിലേക്ക് പോവുകയാണോ എന്ന് പലപ്പോഴും നമുക്കൊക്കെ സംശയം ഉണ്ടാകാറുണ്ട്. നബിയെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സദസ്സിനോട്
ചില വർത്തമാനങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരം ഇൻഷാ അല്ലാഹ് ഉപയോഗിക്കുന്നത്. ചെറിയ സമയം. അതിനു മുമ്പ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വഫി അലുമിനിയാണ്. വഫി അലുമിനി എന്ന് പറയുമ്പോൾ അതിനായിട്ട് വലിയ സവിശേഷതകളൊന്നുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നല്ല പഠിച്ച ഉൾക്കൊണ്ട അലുമിനികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവിക കാര്യമാണ്. സവിശേഷതകൾ പിന്നെ ജീവിതം കൊണ്ട് അവർ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഫി എന്ന് പറയുമ്പോൾ പ്രതിബദ്ധതയുള്ളവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് വാഫിയുടെ സവിശേഷത? ആരാണ് വാഫി എന്ന് ആദ്യം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ പ്രവർത്തകനാണ് എന്നോട് ചോദിച്ചത്. മുജീബ് ജയ്ഹൂൻ. ആരാ വാഫി? ഞാനതിന് പറയുന്ന മറുപടി, അന്ന് പറഞ്ഞ മറുപടി, ഒത്ത മനുഷ്യൻ, മാന്യൻ, ജെന്റിൽമാൻ എന്നൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാതാവിനെ പിരിയുമ്പോൾ മദീനത്തേക്ക് പോയതായിരുന്നു കുടുംബങ്ങളെ കാണാൻ. തിരിച്ചു വരുമ്പോൾ ഉപ്പ അബ്ദുള്ള എന്നവരോട് ഖബർ സന്ദർശിച്ച് മടങ്ങാൻ. ഉമ്മക്ക് രോഗം ബാധിച്ചു, മരിക്കുകയാണെന്ന് ഉറപ്പായി. ആ സമയത്ത് 6 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മ ആമിന എന്നവർ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ മറുപടിയാണ്. കുൻ റജുലൻ, പോന്നവനാവുക, ജെന്റിൽമാനാവുക, നല്ല മനുഷ്യനാവുക എന്നാണ്. ആണും പെണ്ണും അതിൽ ഉൾപ്പെടും. കുട്ടി സ്ത്രീ ആയിരുന്നുവെങ്കിൽ കുനിമ്ര എന്നായിരിക്കും പറയുക. അപ്പൊ നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരായി തീരുക. അതിനുവേണ്ടിയാണ് മതപഠന കോഴ്സുകളൊക്കെ. വാഫി, ഉദവി, ഫൈസി, സഖാഫി, അല്ലെങ്കിൽ ബാക്കവി, ദാരിമി ഒക്കെ. നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരായി സമൂഹത്തിൽ ജീവിക്കാൻ പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഉള്ള തീരുമാനങ്ങൾ പുതുക്കാനുള്ള ഒരു സന്ദർഭമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സന്ദർഭത്തെ ഞാനും നിങ്ങളും കാണേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ വരുമ്പോൾ കൂടിയാടി പരിചയമില്ലാത്തത് കൊണ്ട് ഒരുതരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കയറി വരുമ്പോൾ കുറെ കുട്ടികൾ നിരന്നു നിൽക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് അവർ പൂക്കളുമായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ പരമാവധി ആ പൂക്കൾ വാങ്ങാൻ ശ്രമിച്ചു. ഇവിടെ വന്നു ഇരുന്നപ്പോൾ ഇനി വല്ല കുട്ടിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പൂ ഞങ്ങൾ വാങ്ങാതെ പോയോ എന്ന ഒരു ബുദ്ധിമുട്ട് വല്ലാതെ തോന്നി. ആചാരങ്ങളൊക്കെ പരമാവധി വെട്ടിക്കുറച്ച് വേഗം കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് തോന്നി. നമ്മളിവിടെ ചിന്തിക്കാൻ വന്നിരിക്കുകയാണ്. കൊച്ചു കാര്യങ്ങളുണ്ടാകും. ഈ കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ചില ഉത്കൃഷ്ട ആലോചനകളുടെ പുറത്താണ്. ആലോചിക്കാൻ തീരുമാനിക്കുക,
ആലോചിക്കാൻ തീരുമാനിക്കാത്തവർക്ക്, മാറാൻ തീരുമാനിക്കാത്തവർക്ക് ധാർമ്മികമായി സദസ്സിൽ ഇടമില്ല എന്നതാണ് സത്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തെന്നി മാറി പറഞ്ഞു, കുടുംബ ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവർ ഇവിടെ ഇരിക്കണ്ട എന്ന്. ഒരാൾ എഴുന്നേറ്റ് പോയി. കുറെ കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു. അയാൾ പോയത് അയാളുടെ മാതാവിൻ്റെ സഹോദരിയുടെ വീട്ടിലാണ്. വർഷങ്ങളായിട്ട് പിണക്കത്തിലാണ്. എന്താ മോനെ കടന്നു വന്നിരിക്കുന്ന കുറെ കാലമായല്ലോ. അപ്പോ അദ്ദേഹം, ആ സഹാബി റളിയല്ലാഹു അൻഹു, കാര്യം പറഞ്ഞു. നബി സദസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അങ്ങോട്ട് പോന്നതാണ്. പിന്നെ ബാക്കി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അൽ ഖാലത്തു ബി മൻസിലത്തിൽ എന്നാണ്. മാതാവിൻ്റെ സ്ഥാനത്താണ് മാതാവിൻ്റെ സഹോദരി. നമ്മളെ ഇളയമ മുത്തമ്മ എന്നൊക്കെ പറയും. തെറ്റ് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയത്? നടന്ന കാര്യം പറഞ്ഞു. തിരുത്താനാണിത്. ഈ പരിപാടിക്ക് ശീർഷകമായിട്ട് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും നബി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്, അത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കൊച്ചു വർത്തമാനങ്ങൾ പറയാണ്, പ്രഭാഷകനല്ല. കൂടുതൽ ആളുകളെ കാണുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ക്ലാസ് മുറിയിൽ ഒതുങ്ങിയ ചെറിയ പരിപാടി നടത്തുന്ന ചെറിയ മനുഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. എല്ലാവരുടെയും നബിയാണ്. എല്ലാവരുടെയും നബി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നബി എന്ന പ്രയോഗം ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. നമ്മുടെ മാത്രം നബി എന്നാണ് നമ്മൾ വിവക്ഷിക്കുന്നത് എങ്കിൽ അത് തെറ്റും കൂടിയാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, എല്ലാവരുടെയും നബിയാണ്. എല്ലാവരും ഇവിടെ ഈ സദസ്സിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരുടെയും നബിയെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ സാധ്യമല്ല. അല്ലെങ്കിൽ അതിനുള്ള വലിയ അറിവൊന്നും ഇല്ലതാൻ. നമ്മൾ പ്രവാസികളാണ്. ഞാനും ഒരു മുൻ പ്രവാസിയാണ്. ഒരു 32 കൊല്ലം മുമ്പ് ഇവിടുന്ന് മടങ്ങിയതാണ്. അബുദാബിയിലായിരുന്നു. ദുബായിൽ ധാരാളമായിട്ട് വരാറുണ്ട്. നമ്മൾ തൊഴിലാളികളും മുതലാളിമാരുമാണ്. അവിടുന്ന് തുടങ്ങാം. എല്ലാവരുടെയും നബിയാണ്. തൊഴിലാളികളുടെ നബിയാണ്, മുതലാളിമാരുടെ നബിയാണ്. ഒരിക്കൽ ഒരു മുതലാളി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടിമകൾ, അന്ന് അടിമ വ്യവസ്ഥിതി നിലവിലുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ലോകത്തൊട്ടാകെ ഉണ്ട്. ഇന്ന് അവർ പീഡിപ്പിക്കപ്പെടുന്ന തൊഴിലാളികൾ ആണ്, അവരും അടിമകളാണ്. അങ്ങനെ കുറേ ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്തിടങ്ങളിലും ഉണ്ട്. ഇയാൾ പറയുന്ന പരാതി, അള്ളാഹുവിൻ്റെ റസൂലെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കണം. ഞാൻ ഈ പറയുന്ന പരിഭാഷ നമ്മുടെ ആ ഒരു സെൻസ് ഉൾക്കൊണ്ടിട്ടുള്ള പരിഭാഷയാണ്. ഓരോ വാക്കും കൃത്യമായിട്ട് അതിന് അറബി ആശയം കൈമാറുക എന്നുള്ളതാണ് ലക്ഷ്യം. എനിക്ക് കുറച്ച് തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അടിമകളുണ്ട്. അവരെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വൃത്തിക്ക് ചെയ്യൂല. അപ്പോൾ ഞാനവരെ വഴക്ക് പറയാറുണ്ട്. ഇതാ കാര്യം. എല്ലാം കേട്ട ശേഷം, വിസ്തരിച്ച് കേട്ട ശേഷം
അള്ളാഹുവിൻ്റെ റസൂല് വിധി പറയാണ്, മരിച്ചു ചെന്നിട്ട് പരലോകം ഉണ്ട്, അന്ന് ഇതൊക്കെ കൂട്ടിച്ചൊരിക്കപ്പെടും. അവര് താങ്കളെ ഏതളവിലാണോ അനുസരിക്കാതിരുന്നത്, വേതനം പറ്റി ജോലി ചെയ്യണമല്ലോ, എത്ര കണ്ട് അവർ വീഴ്ച വരുത്തി, അത് ഒരു തുലാസിൽ. താങ്കൾ അവരെ അതിൻ്റെ പേരിൽ എത്ര കണ്ട് തല്ലി പറഞ്ഞു, വഴക്ക് പറഞ്ഞു, അതിപ്പുറത്തു. ഏതാണ് കൂടുതൽ, അതിനനുസരിച്ച് കിട്ടേണ്ടത് കിട്ടും. ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി. അയാൾക്ക് പിന്നെ സംസാരം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക. എൻ്റെ ഈ തൊഴിലാളികളെയൊക്കെ ഞാൻ സ്വതന്ത്രരാക്കുകയാണ്. അടിമ വ്യവസ്ഥയിലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് അവരെ സ്വതന്ത്രരാക്കുകയാണെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ എത്ര കണ്ട് അധിക ജോലി, അധിക പ്രതിഫലം കൊടുക്കാതെ ചെയ്യിക്കുന്നുവോ അതൊക്കെ ഞാൻ പിൻവലിക്കണമെന്ന് അർത്ഥം. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കണം. സൂഫിയാക്കളിൽ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരോട് ഒരാൾ ചോദിച്ചു, പണക്കാരനാണോ അല്ലെങ്കിൽ കച്ചവടക്കാരനാണോ നല്ലത്, അല്ലെങ്കിൽ ജോലിക്കാരനാണോ, ആളുകളൊക്കെ ആശ്രയിച്ച് കഴിയുന്നവനാണോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, പണക്കാരനാണ് നല്ലത്. നബി ഉപയോഗിച്ച വാക്ക് അത്താജിറു സദൂഖ് എന്നാണ്. സത്യസന്ധനായ കച്ചവടക്കാരൻ, അവനാണ് ഖൈർ. അവൻ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്നു, സമ്പാദ്യത്തോട് നീതി പുലർത്തുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കാതെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നു, തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുന്നു, അധിക ഭാരം ഏൽപ്പിക്കാതിരിക്കുന്നു, അവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കുന്നു. പിശാച് എല്ലാ സമയത്തും ഇയാളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. പണം കയ്യിൽ വരുമ്പോൾ അഹങ്കാരം വരും. അപ്പോൾ മനുഷ്യാവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടും. ഏത് തരത്തിലുള്ള അധികാരം കയ്യിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇരകളാണ് നമ്മളൊക്കെ. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. സദൂക്കായ കച്ചവടക്കാരൻ ഉയർന്ന പദവിയിലാണ്. ഇതൊക്കെ ഹദീസാണ്. ഹദീസിന്റെ ആശയം മാത്രം ഞാൻ കൈമാറുകയാണ്. ഒക്കെ വായിച്ചു പറഞ്ഞ് സമയം കൂടുതൽ പോകണ്ട എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളികളുടെ നബിയാണ്, തൊഴിലുടമകളുടെയും നബിയാണ്. സമൂഹം പൊതുവെ നമ്മളെ, മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ചില കാര്യങ്ങളിൽ വല്ലാതെ വിമർശിക്കുകയാണ്. ഞാൻ സ്വന്തമായിട്ട് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, അവർ വിമർശിക്കുന്നത് കുറ്റബോധം കൊണ്ടാണ്. ഉദാഹരണം, സ്ത്രീകൾക്ക് അർഹമായത് ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നില്ല എന്നാണ് ഒരു ആരോപണം. സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നവരാണ് ഇസ്ലാം നിഷേധിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നത്. സ്വന്തം ചെയ്യുന്ന കൃതാനർത്ഥം, അതിൻ്റെ പേരിലാണ് അപ്പറച്ചിൽ. നമ്മളിപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയുന്നുണ്ടല്ലോ. നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് പോലും സ്ത്രീക്ക് അർഹമായത് നിയമനിർമ്മാണ വേദികളിൽ കിട്ടണമെങ്കിൽ റിസർവേഷൻ ഏർപ്പെടുത്തേണ്ടി വന്നു. ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന ആളുകൾ ഒരു സ്ത്രീയെ
ജയിക്കാൻ അനുവദിക്കുമോ എന്ന് നമുക്ക് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അറിയാം. ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇതൊക്കെ പറച്ചിൽ പണ്ട് തന്നെയുള്ളതാണ്. സ്ത്രീ വല്ലാതെ അവഗണിക്കപ്പെടുന്നു എന്നത് അതൊരു സത്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തെല്ലെങ്കിലും സ്ത്രീ പരിഗണിക്കപ്പെടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. മറ്റു സമൂഹങ്ങളിൽ അത് കുറവ് തന്നെയാണ്. അറിഞ്ഞിടത്തോളം അത്രയല്ലേ പറയാൻ പാടുള്ളൂ. പുറത്തെന്തെങ്കിലും ഉദ്ഘോഷിക്കുന്നത് അത് നമ്മൾ കണക്കിലെടുക്കൂല. ഒരിക്കലൊരു യുവതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ പിതാവ് മാനം കാക്കാൻ വേണ്ടി എന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകന് കെട്ടിച്ചു കൊടുത്തു. എനിക്കതിൽ താല്പര്യമില്ല. ആ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. പിതാവ് അത് ചെയ്തു കഴിഞ്ഞു. സഹീഹായ ഹദീസാണ്. പിതാവിനെ റസൂലുള്ളാഹി വിളിച്ചു വരുത്തി. ചെയ്തത് ശരിയായില്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തി. പിതാവിൻ്റെ തീരുമാനം തിരുത്താൻ പെണ്ണിന് അവസരം കൊടുത്തു. അപ്പൊ പെണ്ണ് പറഞ്ഞു, എൻ്റെ ഉപ്പാന്റെ പിതാവിൻ്റെ തീരുമാനം തന്നെ മുന്നോട്ട് പോകട്ടെ. അത് തിരുത്താനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് അലിൻ നിസാഇ ഫിൽ അംരി ഷൈ, ഇത്തരം കാര്യങ്ങളിൽ പെണ്ണിന് വല്ല റേറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫിഖ്ഹിന്റെ കിതാബുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കുട്ടികളെ കെട്ടിക്കുമ്പോൾ അവരുടെ ഇഷ്ടവും സമ്മതവും വാങ്ങണം എന്ന് നിർബന്ധം പറഞ്ഞ സന്ദർഭമുണ്ട്, സുന്നത്തായ സന്ദർഭമുണ്ട്. ഫാത്തിമ ബീവിയെ റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ കല്യാണം ചെയ്തു കൊടുക്കുമ്പോൾ ആ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തർക്കങ്ങളുടെ കാലമാണ്. പണ്ട് ഞങ്ങള് പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തോ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മഹാനായ ഗുരു കൂട്ടുമല ഉസ്താദ് പറഞ്ഞു, അദ്ദേഹം ആ മലപ്പുറം നാടൻ ഭാഷയിൽ സംസാരിക്കുക, എടാ സുന്നത്ത് ചെയ്യാനുള്ളതല്ലേ, സുന്നത്തല്ലേ ഉള്ളൂ. അതിന്റെ മറുപടി, എടാ സുന്നത്ത് ചെയ്യാനുള്ളതല്ലേ. ഒമാ ആതാക്കുമുർ റസൂലു ഫഖുദൂ, റസൂല് തന്നതൊക്കെ എടുത്തോളി. ഒമാ നഹാക്കും അൻഹു ഫൻതഹു, നബി വിലക്കിയതൊക്കെ ഒഴിവാക്കിക്കളി. പിന്നെ ആ കൽപ്പിച്ച കാര്യങ്ങൾ അത് നിർബന്ധം, വളരെ മഹത്തരമായ സുന്നത്ത് ഈ വിഭജനങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ്. നബിയുടെ സമൂഹം അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തോ അത് ചെയ്യുക. അത് ഖുർആനും പറഞ്ഞ അങ്ങനെ തന്നെ, ഒമാ ആതാക്കുമുർ റസൂലു ഫഖുദൂ വമാ നഹാക്കും അൻഹു ഫൻതഹു. ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ നിശ്ചയിക്കുമ്പോൾ റസൂലുള്ള വീട്ടിൽ വന്നിട്ട് ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അലി നിന്നെ കല്യാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല, മൗനം സമ്മതം. അത്ര തന്നെ ഫിഖ്ഹും പറഞ്ഞിട്ടുള്ളൂ. സുന്നത്താണെന്ന് ഫിഖ്ഹ് പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന് വിരോധമുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ കാര്യത്തിൽ പെണ്ണും പെണ്ണിന്റെ ഉപ്പയും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ, വിരോധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന വരനും ഇദ്ദേഹം തമ്മിൽ കണക്കമുണ്ടെങ്കിൽ അവിടെ പിന്നെ വിധി മാറുകയാണ്.
ഇതൊക്കെ ഫിഖ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പെണ്ണിനെ പരിഗണിക്കണം, പെണ്ണിനെ പരിഗണിക്കണം. പെണ്ണിന് റേറ്റ് ഉണ്ട്. അള്ളാന്റെ റസൂല് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി പറഞ്ഞ കാര്യം 3 കാര്യമാണ്. അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് നിസ്കാരത്തെ പറ്റിയാണ്. അസ്സലാ അസ്സലാ, നിസ്കാരം നിസ്കാരം നിസ്കാരം. ചരിത്രം പറഞ്ഞിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇലസ്സലാ. നബിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ, മനസ്സിന് ക്ലേശം അസ്വസ്ഥതയും വന്നാൽ ഫസഅ ഇലസ്സലാ, വേഗം പോയി നിസ്കരിക്കും. നിസ്കാരത്തിലൂടെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത്, ആശ്വാസം കൊള്ളുന്നത്. ഇതാണ് നബി മരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, അസ്സലാ അസ്സലാ. പള്ളിയുടെ ചെരുവിലായിരുന്നു. ഞാൻ ഇങ്ങനെ ചെരിച്ചു കെട്ടിയ വീടായിരുന്നു നബിയുടെ വീട്, താമസ സ്ഥലം. അത് പറയുമ്പോൾ ചേർത്ത് പറയണം. ഒരു ദൗത്യത്തിന് പോയി നബി കുറച്ച് ദൂരെ സ്ഥലത്തേക്ക്. തിരിച്ചു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നി ഉമ്മു സലമ ബീവി വീടൊക്കെ ഒന്ന് നന്നാക്കിയിരിക്കണം. വീടിന്റെ ചുമര് ഈന്തപ്പന ഓല കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഹദീസ് പറയുന്നുണ്ട്, ഉമ്മു സലമ ബീവി കയ്യിൽ കാശുള്ള ആളാണ്. അപ്പോൾ നബി ഇല്ലാത്ത സമയത്ത് കയ്യിൽ നിന്ന് പണം ഇറക്കിയിട്ട്, അത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാണ്. സാധാരണ ക്ലാസ്സിലാവുമ്പോൾ ഈ ഓർമ്മ മിസ്സാവുമ്പോൾ മുന്നിലിരിക്കുന്നവരോട് ചോദിക്കും, ഇതിപ്പോൾ അത് ചോദിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ ക്ഷമിക്കണം, വല്ലതും മിസ്സായാൽ ലിങ്ക് നഷ്ടപ്പെടുക. ഏറ്റവും വലിയ സംവിധാനങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൈഫൈ പോവുക എന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഉണ്ടല്ലോ. ഉമ്മു സലമ ബീവി പണം എന്ന് പറഞ്ഞ പൂർണ്ണമായതാണ്. ഖദീജ ബീവിയെ നബി കല്യാണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്ക് ഖദീജ ബീവിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ്. നബിയുടെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ പിന്നെ അത് തെറ്റാവും. നബിയാണ് ആയിഷ ബീവി, ഖദീജ ബീവിയുടെ ബിസിനസ് ഒക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ കല്യാണത്തിന് നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഖദീജ ബീവി ചെയ്തത്, അതിനൊക്കെ വേണ്ട പണം മധ്യവർത്തികൾ മുഖേന നബിക്ക് എത്തിച്ചു കൊടുത്തു. കാരണം ഖദീജ ബീവിയുടെ കുടുംബം വലിയ കുടുംബമാണ്, പണക്കാരുടെ കുടുംബമാണെന്ന് അർത്ഥം. വീട്ടിലുള്ളവർക്ക് ഈ ബന്ധം വലിയ താല്പര്യം കുറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മുന്നിൽ കുറവുകൾ വരരുത് എന്നുള്ളത് കൊണ്ട് ഖദീജ ബീവി തന്നെ, അപ്പൊ ഞാൻ കുട്ടികളുടെ ക്ലാസ് പറയാറുണ്ട്, എല്ലാം പുരുഷൻ, സ്ത്രീക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് ശരി തന്നെയാണ്. പക്ഷെ നബിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്, കല്യാണത്തിന്റെ ദിവസം നടക്കേണ്ട ചില കാര്യങ്ങൾക്ക് പണം ഖദീജ ബീവി എത്തിച്ചു കൊടുക്കുകയാണ്. ഉമ്മു സലമ ബീവി കയ്യിൽ കാശുള്ള ആളാണ്. അപ്പോൾ ഈ ഈന്തപ്പന മട്ടൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭിത്തികളൊക്കെ മാറ്റി ഇഷ്ടിക കൊണ്ടോ മറ്റോ നന്നായിട്ട് നിർമ്മിച്ചു. നബി വന്നപ്പോൾ വീടാകെ മാറിയിരിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്തത്? അപ്പൊ ഉമ്മു സലമ ബീവി പറഞ്ഞത്, ഞാനൊരു സ്ത്രീയല്ല, അപ്പോ ആളുകൾ വല്ലാതെ കാണണ്ട, ഒരു മറ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ ഒരു പക്ഷേ ഈ ഈന്തപ്പന ഓല ഭിത്തി ഉണ്ടല്ലോ, അതിന് സുഷിരങ്ങൾ ഓട്ടകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ കാര്യങ്ങളും കാണുന്നത് എന്താണെന്നറിയില്ല, അവർ പറഞ്ഞ കാര്യം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. ആ സംഗതിയോട് നബി എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞതായിട്ട് ഹദീസിലില്ല. ആ സംഭവം ഹദീസിലുണ്ട്. നബി അവരോട് പറഞ്ഞത്, ഉമ്മു സലമ, ഈ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി
ഇങ്ങനൊന്നും പണം ചെലവാക്കരുത്. മനുഷ്യൻ ചെലവാക്കുന്ന ചെലവിൽ മോശം ചെലവ് ഈ വലിയ രമ്യഹർമ്മ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ചെയ്യുന്ന ചെലവുകളാണ്. വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു പൊറുക്കട്ടെ, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ഏറിയ പറഞ്ഞ അളവിൽ. ചുരുക്കത്തില് ഉമ്മു സലമ ബീവിയോട് നബി പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കൊന്നിനും പറ്റൂല എന്നാണ് നമ്മളെ അടുത്തുള്ള വെപ്പ്. തർക്കമുണ്ടാക്കാൻ വേണ്ടി പറയല്ല. നിങ്ങൾക്ക് തർക്കം തോന്നുന്നതിൽ ബുദ്ധിമുട്ടുമില്ല. കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. റബീഉൽ അവ്വലാണ്, നബിയെ പഠിക്കുന്ന മാസമാണ്. ഒന്നും പറയാൻ പാടില്ലാത്ത കാലമായതുകൊണ്ട് പറഞ്ഞു പോവാണ്. ഒരു മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയില്ലേ, അത്. കുട്ടികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയുള്ള സദസ്സിലൊന്നും സംസാരിക്കുന്ന ആളല്ല. കുട്ടികളോട് ക്ലാസ് റൂമിൽ നന്നായിട്ട് പഠിക്കണം. നിങ്ങളൊക്കെ വല്ലതും പഠിക്കണുണ്ടോ? എത്ര കാലാണ് ചെലവാക്കുന്നത്? അള്ളാന്റെ റസൂല് നിങ്ങളെ കയ്യിലുള്ള മുസാഫ് എത്ര പേജാ? 600 ചില്ലാൻ പേജാണ്. ഒരു സിലബസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു പേജിൽ അടങ്ങിയതല്ല അള്ളാന്റെ റസൂല് പഠിക്കുന്ന പാഠം. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാ, അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സൗദാ ബീവി എന്താ ആവശ്യത്തിന് പുറത്തു പോയത്? തിരിച്ചു വന്നു. എന്തേ തിരിച്ചു വന്നു എന്ന് ചോദിച്ചു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസിന്റെ ഞാൻ പറഞ്ഞിരിക്കണ ഹദീസിന്റെ ഉള്ളടക്കം അത് തരികയാണ്. ഞാൻ പുറത്തു പോയപ്പോ പെണ്ണുങ്ങൾ പുറത്ത് അങ്ങനെയൊന്നും പറ്റൂല എന്നുള്ള അർത്ഥത്തിൽ സഹാബത്ത് ആരോ എന്തോ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പുറത്ത് പോകാമെന്ന് അള്ളാഹ് സമ്മതം തന്നതല്ലേ എന്ന്. പെണ്ണിന് വേണ്ടിന്റെ ആവശ്യത്തിന് പുറത്തു പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കല്യാണം ചെയ്തത് അത് നുബുവത്തിന് മുമ്പ് നേരത്തെ നടന്ന കല്യാണമാണ്. അബുലാസ് എന്ന് പറയുന്നവരാണ് റളിയല്ലാഹു അൻഹു. പിന്നീട് മൂപ്പര് മുസ്ലിമായി. അന്ന് മുസ്ലിം ആയിട്ടില്ല. മകൾ മുസ്ലിമായി, സൈനബി മുസ്ലിമായി. ഇവര് മരുമകൻ മുസ്ലിം ആയിട്ടില്ല. അവർ തമ്മിൽ ഇഷ്ടമാണ്. പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ മനസ്സുകൊണ്ട് പിരിഞ്ഞിട്ടില്ല. പക്ഷെ ഉപ്പാന്റെ അടുത്തേക്ക് സൈനബ് റളിയല്ലാഹു തആല അൻഹ പോയി. അപ്പോ മനസ്സുകൊണ്ട് പിരിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അബുലാസ് എന്നവർക്ക് എൻ്റെ പത്നിയുടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുണ്ടായിരുന്നു. അപ്പൊ അനുജനോ ജ്യേഷ്ഠനോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറബിയിൽ അഹ് എന്ന് പറയുമ്പോൾ നമുക്ക് ജ്യേഷ്ഠൻ അനുജൻ എന്ന് പറയാം. അറബിയിൽ അങ്ങനെ വാക്ക് പറയാറില്ല. സഹോദരനോട് പറഞ്ഞു, ഇവളെ മക്കയുടെ ബോർഡർ അതിർത്തി ഒന്ന് അങ്ങോട്ട് കടത്തി കൊടുക്കണം. അപ്പൊ അതിർത്തി കടന്നാലോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി 2 ആളെ ചുമതലപ്പെടുത്തി അയച്ചിട്ടുണ്ട്. അവർ കാത്തിക്കുകയാണ്. നമ്മുടെ ഇപ്പൊ ചർച്ച വിഷയമില്ലാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിർത്തിയിൽ ഇവർ തടഞ്ഞു. ആരോ ഗർഭിണിയായ ഈ കുട്ടിയെ പേടിപ്പിച്ചു, അബോർഷനായി, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ നബി പറഞ്ഞയച്ച ആ ബ്ലീഡിങ്ങും മറ്റൊക്കെ ശമിച്ചതിന് ശേഷം ആയിരിക്കണം ഈ 2 ആളുകളാണ് നബിയുടെ മകളെ പറഞ്ഞയച്ചത്, അല്ല മദീനത്തേക്ക് എത്തിച്ചത്. ഈ നോമ്പിന് 4 കുട്ടികൾ കടന്നു വന്നു. ഒരു വാഫിയും ആ വാഫിയുടെ പത്നി ഒഫിയയും, ഒരു ഒഫിയയും അവരുടെ ഭർത്താവ് വാഫി. എന്താ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ, വാഫി അമേരിക്കയിലെ സ്റ്റാൻഫോർഡൊക്കെ മറ്റോ പോവാണ്.
പഠിക്കാൻ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടി ജർമ്മനിയിൽ പോവുകയാണ്. ഭർത്താവ് പിന്നീട് അവരവിടെ ചെന്ന് അഡ്മിഷൻ എടുത്താൽ ഡിപ്പെൻഡന്റ് വിസയിലാണ് പോകും. ഇവരാദ്യം പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പെൺകുട്ടികളോട് ജർമ്മനിക്ക് ഇപ്പൊ എങ്ങനെ പോണ്, കൂടെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, തിരുവനന്തപുരത്തു നിന്നൊരു കുട്ടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, സെയിം യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ ഇവര് പിന്നീട് അങ്ങോട്ട് വരും ചെയ്യും. അപ്പോ എയർപോർട്ട് വരെ രക്ഷിതാക്കൾ ഉണ്ടാകും. എയർപോർട്ട് ഒരു ചന്തയാണ്, വിമാനം ഒരു ചന്തയാണ്, ചെന്നിറങ്ങുന്നത് എയർപോർട്ടാണ്, അതൊരു ചന്തയാണ്. പിന്നെ ചെല്ലുന്നത് യൂണിവേഴ്സിറ്റിക്കാണ്, അതും ചന്തയാണ്. ഇഷ്ടം പോലെ ആളുകളാണ്. കുട്ടികളൊക്കെ പഠിക്കട്ടെ, പറ്റും പോലെയൊക്കെ പഠിക്കട്ടെ, നിയമങ്ങൾ ഒക്കെ പാലിച്ച് തന്നെ പഠിക്കട്ടെ. നിയമം പാലിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്, ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഞാൻ കുട്ടികളെ പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്ന സ്ത്രീകളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുകയാണ്. ഒരു പക്ഷേ പിന്നെ ഞാൻ അധ്യാപകനായ കോളേജിൽ പഠിച്ച കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകും. അപ്പോൾ ഇതൊരു ചെറിയ സന്ദർശനം, ചെറിയ സമയം, അതുകൊണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനൊന്നും ഒരു പക്ഷേ പറ്റില്ല എന്ന് വരും. അപ്പം അതിൽ ക്ഷമ കൂടി ചോദിക്കുകയാണ്. ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തെ വായിക്കുന്നത് അവനവൻ്റെ മനസ്സുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച മാഷ് വന്നു, അല്ലെങ്കിൽ ഉസ്താദ് വന്നു, ഞങ്ങളെ പരിഗണിച്ചില്ല, അങ്ങനെ പറയപ്പെടാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോകാൻ നമ്മൾ ഇടവരുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറയണം, സ്ത്രീകളെ നമ്മൾ വല്ലാതെ അവഗണിക്കുകയാണ്, സ്ത്രീയുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തെല്ലെങ്കിലും മുന്നിൽ നമ്മളാണ്. ശരിയാണോ, ഡാറ്റയിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഓർമ്മ 1920 മറ്റോ ആണ് സ്ത്രീക്ക് സ്വത്തവകാശം, അമേരിക്കയിലോ യൂറോപ്പിലോ ഇടയ്ക്ക്, അല്ല വോട്ടവകാശം 1960 മറ്റോ ആണ് സ്വത്തവകാശം ഒക്കെ കിട്ടുന്നത്. ഇവരൊക്കെയാണ് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത്, സഹാബിയാത്ത് പറ്റാത്തത് കണ്ടാൽ, അല്ലെങ്കിൽ വിവേചനം ഫീൽ ചെയ്താൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഭൗതിക കാര്യങ്ങളിൽ, സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ എന്താ ഞങ്ങൾക്ക് അവസരമില്ലാത്തത്, അങ്ങനെയൊക്കെ അവർ ചെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂസാതെ നേരിട്ട് നബിയോട് ചോദിക്കുന്ന സ്ത്രീകളുടെ ഒരു ഗൈനക്കോളജിസ്റ്റിനോട് എന്നൊക്കെ പറയുന്ന മാതിരി പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ പോലും ചില സ്ത്രീകൾ നബിയുടെ വീട്ടിൽ ചെന്നാൽ നബിയോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. പലരും ചെയ്യുന്നത് ആയിഷാ ബീവിയോട്, അല്ലെങ്കിൽ ഏത് വീട്ടിലാണെന്ന് വെച്ചാൽ ആ വീട്ടിൽ പത്നിയോട് പറഞ്ഞിട്ട്, പത്നി നബിയോട് പറഞ്ഞിട്ട് പരിഹാരം വാങ്ങിച്ചു കൊടുക്കുകയാണ്. തുറന്ന് ചിന്തിക്കുന്ന, അവകാശബോധമുള്ള, സ്വത്വബോധമുള്ള ഒരു ജനവിഭാഗമായിട്ടാണ് സ്ത്രീ വിഭാഗത്തെ പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. നമ്മളായിട്ട് അത് വെട്ടിച്ചുരുക്കാൻ പോകേണ്ടതില്ല എന്ന് വിനീതമായിട്ട് അഭിപ്രായപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർച്ചയായും എല്ലാവരുടെയും പ്രവാചകൻ, സ്ത്രീകളുടെ പ്രവാചകൻ തന്നെയാണ്. സ്ത്രീ സമൂഹത്തിന് ഇത്രമേൽ ഉത്ഥാനമുണ്ടാക്കിയിട്ടുള്ള യുഗപുരുഷന്മാർ വേറുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ വായിക്കുന്ന ചരിത്രത്തിൽ, പെട്ടെന്ന് കാണുന്ന ചരിത്രത്തിൽ അള്ളാന്റെ റസൂല് മാത്രമാണ്. വാഹനം ഓടിക്കാൻ പാടില്ല, ലൈസൻസ് കൊടുക്കൂല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലയിടത്ത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ദിനപത്രത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. മരുഭൂമി കൂടി വാഹനം ഓടിച്ച് രണ്ടാൾ പോവാണ്, ഭാര്യയും ഭർത്താവും. ഞാനൊരു പ്രമേഹ രോഗിയാണ്, സാക്സിൽ കുറെ ആൾക്കാരുണ്ടാവും. അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ നമുക്ക് ശരിക്കും അറിയുന്നതാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഭർത്താവിൻ്റെ പ്രമേഹം താണു, ഹൈപ്പോഗ്ലൈസീമിയ എന്താ അതിനെ പറയാം. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഞാൻ വണ്ടി ഓടിക്കാം. അദ്ദേഹം പറ്റും പോലെ പറഞ്ഞു,
പാടില്ല, ലൈസൻസ് ഇല്ല, നിയമലംഘനമാണ്. കാര്യം കൈവിട്ടു പോവുകയാണെന്ന് കണ്ടപ്പോ ഭാര്യ നിർബന്ധപൂർവം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി ഓടിച്ച് ആശുപത്രിയിൽ എത്തിച്ചു, ജീവൻ രക്ഷപ്പെട്ടു. പലതും പറയാണ്. നിയമം ലംഘിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ നിയമത്തിന്റെ ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ പല പൊസിഷനുകളിൽ ഇരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാനൊരു അധ്യാപകൻ എന്ന നിലക്ക് എനിക്ക് ചില കടമകളുണ്ട്, ജോലികളുമുണ്ട്. നാട്ടിൽ താമസിക്കുന്ന ആള് എന്ന നിലക്ക് മഹലുമായി ബന്ധപ്പെട്ട കുറെ ചുമതലകളും കടമകളും ഉണ്ട്. വീട്ടിലെ കുടുംബനാഥ എന്ന നിലക്ക് അതുണ്ട്. രാഷ്ട്രീയമായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ, നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില കൽപ്പനകളും ബാധ്യതകളും ചുമതലകളും ഉണ്ട്. അപ്പൊ ഞാൻ ഈയിടെയായിട്ട് ഇങ്ങനെ ആലോചിക്കല്, ആളുകളൊക്കെ പരിധികൾ ലംഘിക്കുന്നത് കൊണ്ട് ആളുകൾ അഥവാ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കച്ചവടക്കാര് ചേംബറിൽ സ്വാഭാവികമായിട്ട് രജിസ്റ്റർ ചെയ്യണം. നാട്ടിലുണ്ടല്ലോ ചേംബർ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഈ ചേംബറിന് തോന്നുകയാണ്, അപ്പൊ നമ്മളിങ്ങനെ അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നമുക്കെന്താ ഒരു രാഷ്ട്രീയ പാർട്ടി ആയാൽ, അല്ലെങ്കിൽ നമുക്കെന്താ ഒരുപാട് കാര്യങ്ങളിൽ ഒക്കെ കയറിയിട്ട് കുറെ തിട്ടൂരങ്ങൾ ഇറക്കിയാൽ, അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുകയാണ്. നാദാപുരം ഭാഗത്ത് ഒരു വലിയ പണ്ഡിതനാണ്, കീഴന്നൂർ എന്നാണ് പറയപ്പെടുക. ഇവിടെ ആ ഭാഗത്തുള്ള കുറെ ആൾക്കാരുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കുറച്ച് രാഷ്ട്രീയക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നണി ബന്ധത്തിൽ അഴിച്ചുപണിക്ക് ആലോചിക്കുകയാണ്. മുസ്ലിങ്ങളുടെ പാർട്ടി ഈ അഴിച്ചുപണിയിൽ മുസ്ലിങ്ങൾക്ക് പറ്റാത്ത ഒരു മുന്നണിയിലേക്കാണ് പോകുന്നത്. എല്ലാം കേട്ടപ്പോ കീഴന്നൂർ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന നീക്കം നടത്തുന്നത് ആരാണ് അതിന്റെ നേതൃത്വം? അപ്പോ മറുപടി വന്നു, അത് ബാഫക്കി തങ്ങളാണ്. അപ്പൊ കീഴന്നൂർ പറഞ്ഞു, നിർത്തിക്കളി, ബാഫക്കി തങ്ങളാണ് അതിന്റെ മുജിത്തഹിദ്. സാധാരണക്കാർക്ക് ഒരു മുജിത്തഹിദ് എന്ന്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുജിത്തഹിദീങ്ങൾ സ്വതന്ത്രമായിട്ടൊക്കെ തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സോഴ്സുകളിൽ നിന്നൊക്കെ വിധികൾ കണ്ടെത്താൻ പറ്റുന്ന, വികസിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു അറിവിന്റെ നിലവാരത്തിലെത്തിയ ആൾക്കാർ മുജിത്തഹിദ്. ബാഫക്കി തങ്ങളാണല്ലേ, ബാഫക്കി തങ്ങള് ആണ് ആ വിഷയത്തിലെ ഇമാമ്, മുജിത്തഹിദ്. അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള വിധി അതിന് ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റൂല. ഞാൻ നിങ്ങൾക്ക് വല്ല മസാല ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ, മൂല്യരാണെന്നാണ്. ഓരോരുത്തരും അവനവന്റെ പരിധിയിൽ നിൽക്കുക. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ്, കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കണല്ലോ, ഇനിയിപ്പോ എനിക്ക് തോന്നിയതൊക്കെ തിട്ടൂരമായി ഇറക്കി കളയാം. അങ്ങനെ ഓരോരുത്തർക്കും തോന്നാൻ തുടങ്ങിയാൽ ജനാധിപത്യത്തിന്റെ നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജനാധിപത്യം, നേരത്തെ ഞാൻ പറഞ്ഞു നിയമം ലംഘിക്കാൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗത്തിൽ, അല്ലെങ്കിൽ ആദ്യ പ്രസംഗത്തിൽ, ഖലീഫയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ ഭരണാധിപനായിട്ട് ചുമതലയേറ്റ് ആദ്യം നടത്തുന്ന പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിയമം ലംഘിക്കണം. ഗാന്ധിജി നിയമം ലംഘിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആനി ബെസന്റ് ആരോ പറഞ്ഞു പാടില്ല. നിയമം നീതിയും ശരിയും സത്യമാണ്. അത് സത്യമല്ലാതെ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാല്ലാതെ നിർവാഹമില്ല. അങ്ങനെ ലോകത്ത് സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് വിപ്ലവങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഫ്രഞ്ച് വിപ്ലവം അടക്കം. നിയമമില്ലാത്തത് കൊണ്ടല്ലോ. നിയമത്തൊക്കെ എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ, പറ്റാത്തത് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റണേ? ഒരു സാഹചര്യമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ജനങ്ങളെ, ഈ തൊഴിലാളികളുണ്ടല്ലോ, സാധുക്കള്, അപ്പൊ നേരത്തെ പറഞ്ഞ വയ്ക്കുക, അവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾ നല്ല പോലെ പരിരക്ഷിക്കണം. അടുത്ത പോയിന്റ് പറയുന്നത്, പൊതുവെ ഞാൻ പറയുന്ന
അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധിപൻ എന്ന നിലക്ക് ഞാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾ ശരിയാണെങ്കിൽ നിങ്ങൾ അനുസരിക്കണം, തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഞാൻ പറഞ്ഞതിനെ ലംഘിക്കണം എന്ന വാക്ക് തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു റിവായത്തിൽ കാണുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നീതിക്കും സത്യത്തിനും ശരിക്കും വേണ്ടി നിലകൊള്ളുന്ന സമൂഹമാണ്. ജനങ്ങളുടെ ഹിതം പരിഗണിക്കുന്ന മതമാണ്. ഒരിക്കൽ ഏതോ ഒരു ഗോത്രവർഗവുമായി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരുടെ തലവനുമായി ഇരുന്ന് ഒരു കരാറിന്റെ രൂപമുണ്ടാക്കി. അതിൽ പറയുന്നത് മദീനത്ത് വിളയുന്ന ഈത്തപ്പഴത്തിന്റെ 1/3 പ്രശ്നം തീർക്കാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുമെന്നാണ്. ഒപ്പിടുന്നതിന് മുമ്പ് മദീനയുടെ നേതാക്കളായിട്ടുള്ള ചില നബിയൊക്കെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഗോത്ര മുഖ്യന്മാരെന്നൊക്കെ പറയുന്ന സഅദ് ബിനു ഉബാദത്ത് റളിയല്ലാഹു അൻഹു, അങ്ങനെ സഅദ് ബിനു മുആദ് എന്നവരും പിന്നെ പേര് ഓർമ്മയിൽ വരുന്നില്ല, ഇവർ രണ്ടുപേരും കടന്നു ചെന്നു. നബിയെ കരാർ ഒപ്പിട്ടോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാലും അത് ഒപ്പിടണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാൻ ഒപ്പിടുന്നില്ല. അപ്പോ പറഞ്ഞതിലൊക്കെ ശരിയും തെറ്റും നോക്കാതെ വാശി പിടിച്ച് അള്ളിപ്പിടിച്ച് സത്യത്തെയും ശരിയെയും കോമൺ ലോജിക്കിനെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ശരിയല്ല. ജനാധിപത്യം എന്നൊക്കെ പറയും. അതിന്റെ അർത്ഥം എന്താ? ആരോ പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുന്നവരാരോ. ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം 51 ആളുകൾ, അതപ്പോ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത്. അപ്പോ ഈ 51ന്റെ പുറമെ തൊട്ടടുത്ത് 49 ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പരിഗണിക്കുന്ന ചിന്താഗതിയെ പറ്റിയാണ് ജനാധിപത്യം എന്ന് പറയാ. 51 ആള് നമുക്ക് വോട്ട് ചെയ്തിരിക്കണമല്ലോ, നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാലോ. ഇപ്പൊ വോട്ട് ശതമാനം ഇല്ല, അതിരിക്കട്ടെ. 49 ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന ചിന്താശീലത്തിന്റെ പേരാണ് ജനാധിപത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാ ശബ്ദങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഡ്മിറ്റ് ചെയ്തിരുന്നു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ആളുകളോട് കയർക്കുന്ന രീതി നബിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ വന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ കല്യാണമൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരീരത്തിന്റെ ആവശ്യം നിർവഹിക്കണം, അതിന് സമ്മതം തരണം. നമ്മളിപ്പോ എന്താ ചെയ്യുക? ആളുകൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഇതിന് അനുവാദം തരണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്ഷോഭ്യനായിട്ട് അയാളെ ഇരുത്തിയിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ അനുവദിക്കുമ്പോൾ ഒരു സ്ത്രീയാണല്ലോ അനുവദിക്കേണ്ടത്. നിന്റെ ഉമ്മയെ ആരെങ്കിലും സമീപിക്കുന്ന അത് പറ്റൂല. പെങ്ങളെ പറ്റുമോ? അത് പറ്റൂല. ഭാര്യയെ പറ്റുമോ? പറ്റൂല. എങ്കിലേ ആളുകളൊക്കെ ഒന്നുകിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, സ്ത്രീകള്. അപ്പോഴാണ് അയാൾക്ക് ആലോചന വരുന്നത്. ആ ചിന്ത മുച്ചൂടം അയാളെ മനസ്സിന്ന് പറഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. എല്ലാവരും അഡ്മിറ്റ് ചെയ്തിരുന്നു. എല്ലാവരുടെയും പ്രവാചകൻ എന്ന് പറയുമ്പോൾ ന്യൂജൻ പുതിയ തലമുറയെ പറ്റി ഞാൻ പറയാണ്. പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം നമ്മളൊക്കെ പരിഷ്കൃതരാണ്, ഉയർന്ന് ചിന്തിക്കുന്നവരാണ്, സോഷ്യലാണ്, അതൊക്കെ വലിയ ഉഷാറാണ്. നമ്മളൊക്കെ അല്ലെങ്കിൽ അങ്ങാടിയിലും പിന്നെ പൊതുജനത്തിൻ്റെ ഇടയിലൊക്കെ വന്നാൽ ഉഷാർ തന്നെയാണ്. വീട്ടിൻ്റെ അകത്ത് മക്കളോട് ഭാര്യമാരോട് എങ്ങനെയാണ്? അവിടെയാണ് മാറ്റുരപ്പ് നടക്കുന്നത്. അപ്പൊ പുതിയ തലമുറയും നമ്മളും തമ്മിൽ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റുമുട്ടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വിഷയത്തിൽ നമ്മൾ മാതൃകയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശേഷം സഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ, അതിൽ നിന്ന് പണ്ഡിതന്മാർ വികസിപ്പിച്ചിട്ടുള്ള വിധികൾ, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് സുന്നത്ത് എന്ന് പറയുന്നത്.
പുതിയ തലമുറയെ ശരിക്കും സ്വീകരിക്കണം എന്ന കാഴ്ചപ്പാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. വിട്ടുവീഴ്ചയുടെ നബിയാണ്. ആ നിലക്ക് പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ നമ്മൾ ഒന്ന് ഊന്നി തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ തലമുറ നമുക്ക് നഷ്ടപ്പെടും. മുആവിയ റളിയല്ലാഹു അൻഹു ഈ ഉമവി ഭരണകൂടം സ്ഥാപിച്ച വലിയ ആളാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനായിരുന്നു, വാഗ്മിയായിരുന്നു, ചിന്തകനൊക്കെ ആയിരുന്നു. വഹയി രേഖപ്പെടുത്താൻ 40 അംഗ സമിതി ഉണ്ടായിരുന്നു. അതിന്റെ ലീഡറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. 12 ആൾക്കാർ സ്ഥിരം അംഗങ്ങൾ, ബാക്കി ആളുകൾ ആവശ്യത്തിന് വിളിക്കപ്പെടുന്നവർ. മുആവിയ റളിയല്ലാഹു അൻഹു മകനേറ്റ് പിണങ്ങി. അപ്പോ വലിയ പണ്ഡിതനും ചിന്തകനും ഒക്കെ ആയിട്ടുള്ള അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും മകനോട് പിണങ്ങിയിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പോ അഹ്നഫ് എന്നവർ പറഞ്ഞു, ഈ അഹ്നഫ് എന്നവർക്ക് വേറെ സവിശേഷതയുണ്ട്. അറബി സാഹിത്യത്തിൽ 4 ആളുകളെ പറ്റി പറയപ്പെടാറുണ്ട്. അതിൽ ഒരു വരിയിൽ ഫി ഹിൽമി അഹ്നഫ്, ഒരു രാജാവിനെ ഒരു കവി വാഴ്ത്തുകയാണ്. എല്ലാ ഗുണങ്ങളും ഒത്ത ആളാണ്. അഹ്നഫിന്റെ ഹിൽമുള്ള നല്ല സഹനശേഷി, എടുത്തു ചാടാത്ത, പ്രകോപിതനാകാത്ത പ്രകൃതക്കാരനായിരുന്നു അഹ്നഫ് റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, നമ്മളെ മക്കൾ എന്ന് പറഞ്ഞത് നമ്മുടെ നമ്മള് മൂച്ചിയിൽ നിന്ന് മാങ്ങ എന്ന് പറയുന്ന മാതിരി സെമറത്തു ഫുആദിന, നമ്മുടെ ഹൃദയത്തിന്റെ ഫലമാണ്, നമ്മുടെ ഫലമാണ് മക്കൾ എന്ന് പറയുന്നത്. നമ്മളവർക്ക് ആകാശമായി തണലേകണം, ഭൂമിയായി വഴങ്ങിക്കൊടുക്കണം, ഭൂമിയെപ്പോലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് മക്കൾ വല്ല ആവശ്യവും ഉന്നയിച്ചാൽ അത് വകവെച്ചു കൊടുക്കുക, അവരെ പ്രകോപിപ്പിക്കാതിരിക്കുക, പിണക്കാതിരിക്കുക. അതുകൊണ്ട് അവർ തീ ചാടാൻ പോകുമ്പോൾ വാട്സപ്പിന് നേർക്കൂട്ടിയാൽ, സ്മാർട്ട് ഫോണിന് നേർക്കൂട്ടിയാൽ കൊടുക്കാന്നല്ല, തീരെ കൊടുക്കാതിരിക്കലും അല്ല. ഒന്നുകിൽ കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ. അയാളൊന്നിനും പറ്റൂല. അതൊക്കെ വളരെ ക്ലവറായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്നെ കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഇപ്പൊ താങ്കളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് നല്ല സമാധാനം കിട്ടിയെന്ന് പറഞ്ഞു. കുട്ടികളെ കേൾക്കണം. കുട്ടികള് ഈ വിദ്യാഭ്യാസ രംഗത്ത് പറയപ്പെടുന്നൊരു വാക്കുണ്ട്, ഞങ്ങളൊക്കെ സാധാരണ പറയും, റബ്ബു ഔലാദക്കും ഗൈറ തർബിയത്തിക്കും ഫഇന്നഹും ഖുലിഖൂ ലിസമാനിൻ ഗൈരി സമാനിക്കും. നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷണമല്ല നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ കാലത്തല്ല അവർ ജീവിക്കാൻ പോകുന്നത്, ഒരു പുതിയ കാലത്താണ്. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണെന്നാണ് ചിലർ പറയാറ്. അല്ല, അത് സോക്രട്ടീസ് പറഞ്ഞതാണ്, പ്ലാറ്റോ പറഞ്ഞതൊക്കെ ഒന്നും പറയുന്നുണ്ട്. അതോ അവിടെ അത് ഒരു കേൾക്കുമ്പോൾ ശരിയാണ്. അപ്പൊ പുതിയ തലമുറയെ ഉൾക്കൊള്ളാനും ഒപ്പം നിന്ന് അവരെ സ്വന്തമാക്കാനും നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇങ്ങനെ ഏറ്റുമുട്ടാൻ നിന്നാൽ അവര് വാപ്പ മരിച്ചെങ്കിലും ആഗ്രഹിക്കും. കുട്ടികളല്ലേ, ചെറിയ മനസ്സല്ലേ, അത്ര വെറുക്കുമെന്നർത്ഥം. അപ്പൊ പുതിയ തലമുറയുടെ പ്രവാചകനാണ്. പുതിയ തലമുറയുടെ വസ്ത്രം അപ്പൊ ഒരു വസ്ത്രം നമുക്ക് പറ്റൂല, കാരണം നമ്മളത് ശീലിച്ചിട്ടില്ല, അവർക്ക് പറ്റൂല. ഇപ്പൊ ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മതം പഠിക്കുന്ന ആളുകളുടെ വസ്ത്രം. അത് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാർ ഈ രീതിയൊക്കെ അനുസരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വരാറുണ്ട്. പക്ഷെ ആ ഡ്രസ് കോഡ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് പ്രോസ്പെക്ടസ് തന്നെ എഴുതിയിട്ടുള്ള കാണുമ്പോൾ ഇത് പറ്റൂല എന്ന് പറയും. ചരിത്രം പറയണത്, ഇപ്പോ നിങ്ങളൊക്കെ ധരിക്കണേ ഈ പാൻറ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ആദ്യം ധരിച്ചത് ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിക്ക് പാൻറ് തുന്നിക്കൊടുത്തത് പത്നി സാറാ ബീവിയാണ്.
മൂസ നബി ധരിച്ചിട്ടുണ്ട്, ഇദ്രീസ് നബി ധരിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ ധരിച്ചിട്ടുണ്ട്, സഹാബത്തിൽ പലരും ധരിച്ചിട്ടുണ്ട്. നല്ല മറയുള്ള വസ്ത്രമാണ്, ശരീരത്തിന്റെ ഭാഗം വെറുതെ കാറ്റിനാകാൻ കൊണ്ടുകൊണ്ട് പാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പക്ഷേ ഹക്കീം ഫൈസി പാൻ്റ് ഇടാൻ പറ്റുമെന്ന് ഒരു വിവാദം ഉണ്ടാകാം. സമയം കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. അപ്പം അത് എൻ്റെ പേരിൽ വരികയാണെങ്കിൽ വരുമെന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇബ്രാഹിം നബിൻ്റെ കാലത്തുണ്ടെന്നാ. ഇബ്രാഹിം നബി നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ നാണം കുണുങ്ങി ശരീരമൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് മറച്ച് നടക്കണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയായിരുന്നു. അപ്പോൾ ചരിത്രം പറയുന്നത് ഈ തുണി ഉടുക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട്, ശരീരം ഇങ്ങനെ ഒക്കെ കാണാനും പാറാനും ഒക്കെ ഇടണ്ടല്ലോ. അപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ തുണി കൊണ്ടുവന്ന് കൊടുത്തു എന്നും സാറാ ബീബി അത് തുണി കൊടുത്തു എന്നാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ പിന്നെ എല്ലാവരും കൂടി അവരുടെ യൂണിഫോമുകളൊക്കെ മാറ്റാനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ്. നമ്മൾ തള്ളിക്കളയുന്ന പലതും കണ്ണും ചിമ്മി തള്ളിക്കളയുന്നതിന് മുമ്പ് ദീനിൻ്റെ ഉള്ളിൽ പ്രമാണങ്ങളുടെ വല്ല പിമ്പലും അതിനുണ്ടോ, ചരിത്രത്തിൻ്റെ പിന്തുണയുണ്ടോ, എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ന്യൂജൻ പുതിയ തലമുറ, ആ തലമുറയുടെ നബിയാണ് മുത്തുനബി. ഇപ്പോ ഞാൻ നിങ്ങളുടെ പള്ളിയിൽ, നിങ്ങളുടെ ആരെങ്കിലും പള്ളിയിൽ ഇമാമായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ സുജൂദിന്ന് പൊന്തണില്ല. അപ്പോൾ എനിക്കെന്താ അപകടം പറ്റി, 10-60 വയസ്സായി, വല്ല പ്രമേഹം വല്ലതെന്തോ അങ്ങനെയൊക്കെ ചിന്തിക്കും ഒന്ന്. പക്ഷെ പിന്നെ നിങ്ങൾ തിരിച്ചറിയുന്നത് ഒന്നുമല്ല, ഞാൻ സുജൂദിന്ന് പൊങ്ങാതിരുന്നത് എൻ്റെ പേരക്കുട്ടി വന്നിട്ട് പെരടി കയറിയിരുന്നതാണ്. ആ ഇമാമിനെ നിങ്ങൾ അന്ന് തന്നെ പുറത്താക്കൂലേ? പേരക്കുട്ടികളെ കളിപ്പിക്കല്ലേ നിസ്കരിക്കുമ്പോൾ? പക്ഷെ ഇത് ഹദീസിലുണ്ട്. അള്ളാന്റെ റസൂൽ ഒരിക്കൽ സുജൂദിൽ നിന്ന് പൊന്തണില്ല. എന്താ അപകടം പറ്റിയോ എന്ന് ആളുകൾ സംശയിച്ചു. കുറെ കഴിഞ്ഞിട്ട് നബി പിന്നെ പൊന്തി. സലാം വീടിയപ്പോൾ ആളുകളോട് പറഞ്ഞു, ഞാൻ എൻ്റെ പേരക്കുട്ടി വന്നിട്ട് പെരടിയിൽ കയറിയിരുന്നു. അപ്പൊ ഇനി അവനെ പിടിച്ച് മാറ്റണ്ട, അവൻ്റെ ഇരിക്കാനുള്ള ആ ആഗ്രഹം അതാണ് തീർന്നോട്ടെ. എന്നാ അങ്ങനെ അത്രയും സമയം സുജൂദ് കിടന്നാൽ അത് കൂടുതൽ സുബ്ഹാനല്ലാഹ് അല്ലാന്നല്ലാതെ വേറെ എന്താ പേര് കുഴപ്പം? അപ്പൊ നമ്മള് ഇതൊക്കെ ഉൾക്കൊള്ളണം. അപ്പൊ ഇനിയിപ്പോ നാളെ നിങ്ങൾ പറയാണ് പേരക്കുട്ടികളെ കളിപ്പിക്കാനുള്ളതാണ് നിസ്കാരം. ഒരു പ്രബുദ്ധ സമൂഹമാണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ അങ്ങോട്ട് ഇരിഞ്ഞല്ലേ ഇരിക്കണത്, നബി അങ്ങോട്ട് ഇരിഞ്ഞിട്ട് ഖുത്ബന്റെ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് നബി ഇതുപോലെ ഇടതായിക്ക് കൂടി നടന്നു ചെന്നു. കുട്ടികൾ രണ്ടാൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, അവർ രണ്ടാളെയും കോരിയെടുത്ത് മിമ്പറിൽ വീണ്ടും കയറിയിട്ട് ഖുത്ബ പൂർത്തീകരിച്ചു എന്നാ. അപ്പൊ പള്ളിക്കല മോരിയര് പേരക്കുട്ടികളെ രണ്ട് പേരക്കുട്ടികളെ നേരിട്ട് ഖുത്ബോദിയിൽ എങ്ങനെ ഉണ്ടാകും? ഇതൊന്നും ഞാനും നിങ്ങളും നിന്ന് ചെയ്യണമെന്നല്ല, അച്ചടക്കത്തിൽ തന്നെയാണ് നമ്മളൊക്കെ പോണത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാന്റെ റസൂല് എല്ലാവരുടെയും പ്രവാചകനാണെന്ന് നമ്മൾ പറയാം. എന്നിട്ട് വളർന്നു വരുന്ന അടുത്ത തലമുറയുടെ പ്രവാചകനല്ലാതെ ആവുകയോ, പള്ളിയിലേക്ക്, ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് ആളുണ്ടാക്കുകയാണ് നമ്മളെ പണി, പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പണി. അതിന് സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ പണി അതാണ്. അവർക്ക് റിയാദിൽ ചെന്നപ്പോൾ അവിടെ ഒരു സയൻസ് അധ്യാപകൻ വേറെ ഒരാൾ നാട്ടിൽ നിന്ന് നിർദ്ദേശം തന്ന പ്രകാരം ചെന്ന് കണ്ടതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, പള്ളി ആണെങ്കിൽ ഇങ്ങോട്ട് പറയണ്ടോ. ഞാൻ ചോദിച്ചു, അതെന്താ? എല്ലാവരും പള്ളിക്കാണ് വരുന്നത്, പള്ളിക്ക് ആളുണ്ടാക്കാൻ ആരും വരുന്നില്ല. പള്ളികൾ ഇങ്ങനെ ഉണ്ടാക്കി കുറച്ച് വയസ്സായ ആൾക്കാർ നിസ്കരിക്കണം, പള്ളിയിൽ പോകണം, പള്ളി സംരക്ഷിക്കണം എന്നുള്ള ആളുകൾ ഒക്കെയാണ് മരിച്ചു പോയാൽ അടുത്ത തലമുറക്ക് പള്ളി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് അള്ളാഹുവിന്റെ ഭവനമാണ്, അവിടെ പോയി നിസ്കരിക്കണം. ഇത് പള്ളി കൊണ്ട് കിട്ടും, അത് മദ്രസ കൊണ്ടും അതുപോലെ മതവിദ്യാഭ്യാസം കൊണ്ടല്ലേ ഉണ്ടാവുന്നത്. അപ്പോ
വിശാലമായ ആലോചനയുടെ, എന്നാൽ ആ വിശാലതയുടെ ഉള്ളിൽ ദീനിൻ്റെ ആ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത്. നിർത്തുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമീണൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മരിച്ചു ചെന്നാൽ നമ്മളെയൊക്കെ വിചാരണ ചെയ്യുന്നത് ആരാണ്? മരിച്ചു ചെന്നാൽ നമ്മളൊക്കെ വിചാരണ ചെയ്യുന്നത് ആരാണ് നബിയെ? അപ്പൊ നബി പറഞ്ഞു, ഇപ്പം എന്താ സംശയം? അള്ളാഹു ആണ്. അപ്പൊ അയാൾ ആഹ്ലാദം പ്രകടിപ്പിച്ചു, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതെന്താ സുഹൃത്തെ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന്? അള്ളാഹു മാന്യനാണ്. മാന്യന്മാര് വിട്ടുവീഴ്ച ചെയ്യും. അള്ളാഹു മാന്യനാണ്. മാന്യന്മാര് വിട്ടുവീഴ്ച ചെയ്യും. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയും, അപ്പൊ നമ്മൾ തിരുത്തും. പക്ഷെ നമ്മൾ പിന്നെ എന്തോ മനസ്സിലാക്കി അതിലൊക്കെ ഉറച്ചു നിന്ന് വാശി പിടിച്ച് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി പുതിയ തലമുറക്ക് നമ്മുടെയൊക്കെ നബിയാണ്. ആരാണ് ഈ നബി അങ്ങനെ ചുരുക്കിയത്? ഈ കുട്ടികൾ, ഈ പുതിയ തലമുറ ഞങ്ങളും കൂടി നബിയാണെന്ന് പറയുമ്പോൾ പറ്റൂല എന്ന് പറയാൻ ആരാ? അപ്പോ ദീനിനെ സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, തലമുറകൾക്കനുസരിച്ച് എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ ഒന്നുകൂടി ആഴത്തിൽ ഉൾക്കൊള്ളാൻ സാഹചര്യമുണ്ടാക്കും, അതാണ് നമ്മുടെ പണി. അധ്യാപകന്റെ പണി, രക്ഷിതാക്കളുടെ പണി, നേതാക്കളുടെ പണി പൊളിച്ചു കളയലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കലും അല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നേരെ ചൊവ്വെ പോകേണ്ട കാര്യങ്ങൾ നേരെ ചൊവ്വെ തന്നെ പോകണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് മതിയാക്കാം. ഞാനിപ്പോ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതുണ്ട്. എല്ലായിടത്തും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് പറയാറുള്ളതാണ്. നമ്മൾ ഇനി ആലോചിക്കേണ്ടത് തിട്ടൂരങ്ങൾ പരമാവധി കുറക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ മഹലിൻ്റെ ആളാണെങ്കിൽ, വീട്ടിൻ്റെ ആളാണെങ്കിൽ, പള്ളി കമ്മിറ്റിൻ്റെ ആളാണ്, മറ്റിൻ്റെ ആളാണ്, എല്ലായിടത്തുനിന്നും കൂടി തിട്ടൂരങ്ങൾ പരമാവധി കുറക്കുക. അപ്പൊ നമുക്കിടയിൽ ഐക്യം കൂടുതൽ നന്നായിട്ട് നിൽക്കും. എല്ലാവരും പരമാവധി കുറച്ച് പറയാൻ നോക്കുക. അല്ല, ഇത് ഞങ്ങളാളല്ലേ, ഞങ്ങളാളാണെങ്കിൽ പിന്നെ ഇതും കൂടി കേൾക്ക്, ഇതും കൂടി കേൾക്ക്, ഇതും കൂടി കേൾക്കുന്ന പറഞ്ഞിട്ട് തിട്ടൂരങ്ങളുടെ പരമ്പര, ഘോഷയാത്ര, അതെങ്ങനെ ശരിയാവണ്? അപ്പോ നമുക്കൊരു മിനിമം പരിപാടി വേണം. അല്ലെങ്കിൽ എന്തിനാണ് 5 6 ഈമാൻ കാര്യങ്ങൾ, 5 വിശ്വാസ കാര്യങ്ങൾ, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, റിയാദുസ് സാലിഹീൻ, പണ്ട് മമ്പുറത്തെ തങ്ങളുടെ ഒരു പദ്യം പഴയ പള്ളികളിലൊക്കെ കിട്ടിയെടുത്ത ആളുകളൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിൽ റിയാദുസ് സാലിഹീൻ പാരായണം ചെയ്യണമെന്ന് ഒരു വരിയിൽ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മുസ്ഹഫും ഉണ്ടാവും, റിയാദുസ് സാലിഹീൻ ഉണ്ടാവും. ഒരു മനുഷ്യൻ നല്ല മുസ്ലിമായിട്ട് ശാന്തനായ മുസ്ലിം ആകാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ: സത്യസന്ധത, പിന്നെ മാതാപിതാക്കളോട് ഇഷ്ടം, ചെറിയവരോട് ഇഷ്ടം, വലിയവരോട് ബഹുമാനം, അങ്ങനെയൊക്കെയുള്ള ആർക്കും തർക്കമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ: കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, അനീതി കാണിക്കരുത്, പലിശ വാങ്ങരുത്, തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം കൂടി ആയാൽ ഇസ്ലാം ഒരു നല്ല മുസ്ലിമായിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നൽകുന്ന പാഠം, അത് നല്ലപോലെ ഹിസ്റ്ററി വായിക്കണം, ചരിത്രം വായിക്കണം. ഞാനൊരു പോരുമ്പോൾ കൂടെ ഓഫീസിലുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, ബുദ്ധിമാനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ചെറുപ്പക്കാരനാണ്, ഞാൻ എല്ലാ കൊല്ലവും റബീഉൽ അവ്വൽ വന്നാൽ ഒരു സീറയുടെ കൃതി, നബി ചരിത്രം, നബിയുടെ ജീവിതം പറയുന്ന ഒരു കൃതി വായിച്ചിരിക്കും. അപ്പൊ എനിക്ക് വലിയ അത്ഭുതം തോന്നി, ബഹുമാനം തോന്നി. കാരണം ഓഫീസിൽ 100,000 തിരക്കുള്ള ആള് പറയുന്നത് ഒരു മാസം കൊണ്ട് ഒരു സീറ. ഇപ്പോ ഇംഗ്ലീഷിലുള്ള ഇന്ന സീറയാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, റബീഉൽ അവ്വൽ ആകുമ്പോഴത്തേന് ഇൻഷാ അള്ളാഹ് വായിച്ചു തീർക്കണം, തീർക്കണം. വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകൾ, അവരുടെ കൂടി നബിയാണ് മുത്തുനബി എന്ന് വിചാരിച്ച് നബിയെ പഠിക്കുമ്പോൾ അതാണ് മാതൃക. ആ മാതൃകയിലാണ് നമ്മുടെ നബി, വേറെ ആരും നബിയല്ല.
പറ്റൂല. നമ്മുടെ നബിയല്ല. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമാർസൽനാക കാഫത്തൽ ലിന്നാസ്, എല്ലാവരുടെയും നബിയാണ്. എല്ലാവരുടെയും നബിയെ ഓർത്ത് നമ്മൾ സമയം ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫായത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തലയൽ ബദ്രു കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത സംഭവമാണ്. കുറേ പറയാനുണ്ട്. ഇപ്പം ഇനി സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു ഈ സംഗമം വിജയിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ, ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളൊക്കെ നാടും വീടും ഉപേക്ഷിച്ച് അപ്പം നമുക്ക് ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വവും സുസ്ഥിതിയും ഉണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا رسول السلام